നിങ്ങൾ ഈ നാട്ടിൽ എന്ത് കല്യാണം നടത്തിയാലും എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, എന്നെ വിളിക്കരുത്, എന്നെ വിളിക്കരുത്. നിങ്ങളെ നിക്കാഹ് ഞാൻ ചെയ്തിട്ടില്ല, പരാതി ഒന്നും എനിക്കുണ്ടാവില്ല. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും നിക്കാഹിച്ചോളൂ, ഏതെങ്കിലും തങ്ങളോ ഔലിയെ ഏതെങ്കിലും ഒലിയപ്പാപ്പയോ മൂലപ്പാപ്പോ ആരെങ്കിലും ചെയ്തു, എനിക്ക് അതിൽ ഒരു പരാതിയില്ല. ഞാൻ ആരോടും ആ പരാതി പറയില്ല. നിങ്ങൾ എന്നെ നിക്കാഹിന് വിളിച്ചില്ല, കല്യാണത്തിന് വിളിച്ചില്ല, ഞാൻ ആരോടും പറയില്ല. പിന്നെ നിങ്ങളെ കണ്ട സലാം പറയാൻ സലാമൊക്കെ ഞാൻ പറയും. നിങ്ങൾ മരിച്ചാലൊക്കെ വന്ന് മയ്യത്ത് നിസ്കരിക്കും, ദയവ് ചെയ്തിട്ട് അതിന് വിളിക്കരുത്. കാരണം പറഞ്ഞാൽ കേൾക്കൂല, നമ്മുടെ സമൂഹം പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ നമ്മൾ വിളിച്ചിട്ട് വഷളാണെന്തിനാ? നമ്മൾ പോകണ്ടല്ലോ. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ ഞാൻ പങ്കെടുത്തിട്ടില്ല, ഞാൻ അറിയില്ല റബ്ബേ ഞാൻ പങ്കെടുത്തിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞൊക്കെ വെറുതെ ഒരു കഥയായി മാറൂലേ? മുത്തുനബി നമ്മളെ വലിയ മഹബത്താന്നൊക്കെ പറഞ്ഞത്. നാളെ ഇവിടെ ബുർദ മജ്ലിസ് അല്ലേ നമ്മൾ നടത്തുന്നത്? അത് നമ്മളെ മനസ്സിലും ആഖിറത്തിലൊക്കെ ഒരു കഴമ്പുള്ള കാര്യം മാറണ്ടേ? അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കണം, അംഗീകരിക്കാൻ കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കണം. തങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തത് എന്താ? ഹറാമാണ് വെറുത്തത്. തങ്ങൾക്ക് ഏറ്റവും അധികം വെറുപ്പുള്ള സംഗതി ഹറാമാണ്. ചെറുപ്പക്കാരികളോട് പറയട്ടെ, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒരൊറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം. കഴിയുമോ നിങ്ങൾക്ക് അതിന് അപ്പോഴേ മുത്തുനബി തങ്ങൾ ഖൽബിലേക്ക് വരൂ. ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരൊറ്റ അന്യപെണ്ണിനോടും ചാറ്റ് ചെയ്യാതെ, സംസാരിക്കാതെ, കുശലം പറയാതെ പഠിക്കാനുള്ള കഴിവ് വേണം. ഹറാമാണ് സഹോദരാ, ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടത് പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ്? ഈ ചെയ്യുന്നത് ഹറാമാണ് എന്നറിയാം, ഈ സംസാരിക്കുന്നത്, ഈ കുശലാന്വേഷണം പറയുന്നത്, കൊഞ്ചിക്കുഴയുന്നത്, ചാറ്റിങ് നടത്തുന്നത്, മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം. അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ നിന്റെ മനസ്സിൽ ഹറാമിനെ പറ്റി നിസ്സാരവൽക്കരിച്ചു. ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു. ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ? നീ മുർത്തദ്ദാണ്, ദീനിന്റെ പടിയിൽ നിന്ന് നീ പുറത്താണ്. മുർത്തദ്ദിന്റെ സങ്കേതം സ്വർഗമല്ല, നരകാഗ്നിയാണ്. മുർത്തദ്ദായവര് കിടക്കുന്നത് നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് കല്യാണമാണെങ്കിലും ശരി, സൽക്കാരമാണെങ്കിലും ശരി, ഏത് രൂപത്തിലുള്ള പരിപാടിയാണെങ്കിലും ഫംഗ്ഷനാണെങ്കിലും ശരി, റബ്ബ് തആല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല. പാടില്ല, അങ്ങനത്തെ ഒരൊറ്റ വിഷയവും പാടില്ല. അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അതിന് കഴിവ് വേണം, പ്രാപ്തി വേണം. അവിടെയാണ് നമ്മൾ ഈമാൻ ജ്വലിക്കേണ്ടത്. സഹോദരിമാരോട് പറയട്ടെ, എവിടെയാണ് ഈമാൻ ജ്വലിക്കേണ്ടത്? അതിൽ നിന്ന് മാറി ചിന്തിച്ചു പോകരുത്. വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി മറ്റു പലരും ഹജ്ജിനും ഉംറക്കും പോകും പോലെ ഹജ്ജിനും ഉംറക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ ഉംറയും ചെയ്തിട്ട് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ അതീവ സൗന്ദര്യമുള്ള വനിതയായിരുന്നു സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹക്ക് എന്തേ പുറത്തു പോകാൻ ആരും വാഹനം കൊടുക്കാത്തോണ്ടാ? മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കത്തേക്ക് റൂട്ട് അറിയാത്തത് കൊണ്ടാ? സഹായികൾ ആരെയും കിട്ടാഞ്ഞിട്ടാ? സഹോദരിമാരോട് പറയട്ടെ, കുനുകുനേനയുള്ള ഉംറ വേണ്ട. ഇപ്പുറത്ത് മുസീബത്തിന്റെ ബാബ് വേറെ തുറന്നിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അതിന്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. സിയാറത്തും ഉംറയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക, അത്ര മതി. കുനുകുനേന വേണ്ട. നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കേണ്ടതൊക്കെ വീട്ടുക. പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാനൊന്ന് ധരിക്കരുത്. അങ്ങനെ ഒരു പെർമിറ്റ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല.
ആണിനെ പോലെ സദാ സമയത്തും സർവരംഗങ്ങളിലും പെണ്ണിനും വരാൻ ഒരു അവകാശമുണ്ട്. അത് ഫെമിനിസ്റ്റുകളുടെ വാദമാണ്. ഇന്ത്യയിലും ഫെമിനിസത്തിന്റെ ഒരു വാദമാണത്. സഹോദരങ്ങളെ, പല അവസ്ഥകളിലും അത് ചുളിഞ്ഞു പോയിട്ടുണ്ട്. അവരാ വാദങ്ങൾ കൊട്ടിയടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞാനത് വിശദമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ പേരക്കുട്ടികളും മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ സൊഫിലേക്ക് എത്താം. അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ സ്വഹാബത്ത് ഒഴിഞ്ഞു കൊടുക്കും. പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല. ഒരൊറ്റ പെണ്ണും പോയിട്ടില്ല. ആ പള്ളിയോട് ചാരിയിട്ടല്ലേ ആയിഷ ബീവിന്റെ വീട് ഇന്നും നിങ്ങൾ കണ്ടില്ലേ? മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ? എത്ര അടുത്താണ് ആ വീടുള്ളത്? ഒന്ന് കാലെടുത്ത് വെച്ചാൽ പള്ളിയിലെത്തിയില്ലേ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന വീടല്ലേ ആയിഷ ബീവി താമസിച്ച വീട്? 40 ചില്ലാനം കൊല്ലം താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചന്തക്ക് പോയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കച്ചവടത്തിന് പോയോ? എന്താലേ, ഒക്കെ പെർമിറ്റ് അല്ലേ, ഒക്കെ സുഖല്ലേ, ഒക്കെ സുന്ദരല്ലേ? എല്ലാ അടയാളങ്ങളും ഇനി കാണാനൊന്നും ബാക്കിയില്ല. എന്താ ബാക്കിയുള്ളത്? എന്താ ബാക്കിയുള്ളത്? പുരുഷന്മാരെ പോലെ സ്ത്രീകളും കച്ചവട രംഗത്ത് സജീവമായി കാണുന്ന ഒരു രംഗം ഖിയാമത്ത് നാളിന്റെ അടയാളമായി പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഇനി വരാനുള്ളതല്ലേ. ഇനി എന്താ വരാൻ ബാക്കി? തങ്ങൾ പഠിപ്പിച്ചില്ലേ തശബ്ബുൽ മശീഖ, വയസ്സന്മാരൊക്കെ യുവാക്കളായി മാറുന്നൊരു കാലം. മനസ്സിലായോ പറഞ്ഞ്? വയസ്സന്മാരും വയസ്സത്തികളൊക്കെ യുവാക്കളായിട്ട് അവരൊക്കെ യുവത്വത്തിന്റെ പ്രസരിപ്പില് 22-25 പ്രൗഢിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു നിലക്കും 50 വിട്ട് 60 ഒന്നും ആകണില്ല. എപ്പോഴും 22. ചോദിച്ച നിങ്ങൾക്ക് വയസ്സ് 22, 23 ചോദിക്കണം കണ്ടാല്. സംഗതി മനസ്സിലായോ? മനസ്സിലായി. ഒരു കാലത്ത് പോലും നിരക്കൂല. ആഴ്ചയിൽ എങ്ങനെ 400, 500, 600 ഇങ്ങനെ കൊടുത്താൽ മതി. റെഡി അടിച്ച് മിനുക്കി തരും. ഒരു അരമണിക്കൂർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. പുറത്തേക്ക് ഇറങ്ങിയാൽ തോന്നും അയാൾക്കൊരു പെണ്ണും കൂടി കെട്ടിക്കണം. എന്താണ് ചുരുക്കം? നല്ല ചുടുവെള്ളെടുത്ത് തലയിൽ വെച്ചാൽ മനസ്സിലാകും ഇപ്പൊ എത്ര, 80 ആണോ 60 ആണോ 70 ആണോ. തശബ്ബുൽ മശീഖ. പ്രായമുള്ള ആൾക്കാരൊക്കെ യുവത്വത്തിലേക്ക് വരും അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ അങ്ങനെ ആകാൻ പാടില്ല. അത് അതിന്റെ തനിമയിലും അതിന്റെ രൂപഭാവത്തിലും നിലനിർത്തണം. ആൾക്കാർക്ക് ആർക്കും ഒരു വിഷമല്ല. നോക്കി, നമ്മളെ നാട്ടിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഒരൊറ്റ ഹറാമില്ലാത്തൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, പ്രതീക്ഷിച്ചോളൂ, അവിടെ മലായിക്കത്തുൽ കിറാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. എല്ലാ സംഗതികളും മഖ്ബൂലായിരിക്കും. 10 ലക്ഷം ആളുകളൊന്നും വേണ്ട, 1000 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ 1000 ആൾക്കും ഭക്ഷണം കൊടുത്തതിന്റെ കൂലി അല്ലാഹു തആല തരും. ഒരൊറ്റ ഹറാമ് കല്യാണവുമായിട്ടോ സൽക്കാരവുമായോ ബന്ധപ്പെട്ടവിടെ നടന്നോ 10,000 പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും, അതിൽ സാദാത്തുക്കൾ വന്ന് ഭക്ഷണം കഴിച്ചാലും, ഉലമാ വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരൊറ്റ ധാന്യത്തിന്റെ കൂലി പോലും അള്ളാഹു നിങ്ങൾക്ക് തരില്ല. ഒരാശങ്കയും വേണ്ട വിഷയത്തിൽ. നിങ്ങളെപ്പോലെ പെങ്ങന്മാരെ കല്യാണം ഞാനും നടത്തിയിട്ടുണ്ട്. ഹറാം പറഞ്ഞ ഒരു വിഷയമില്ലാതെയാണ് നടത്തിയത്. 100-300 ആളുകളെ ഭക്ഷണം വിളിച്ച് ഭക്ഷണം കൊടുത്ത്, ആണിനും പെണ്ണിനൊക്കെ വേറെ ആയിട്ട് ഭക്ഷണം കൊടുത്ത് ഒരൊറ്റ ഹറാമിന്റെ ഒരു പരിപ്പ് പോലും ഇല്ല. ഒരു ഫോണിൽ പോലും ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആരൊക്കെയാണ് ആരൊക്കെ ഫോട്ടോ എടുക്കേണ്ടത്? സ്റ്റേജിൽ വന്ന് ഏതൊക്കെ ബാച്ചാണ്? +2 ബാച്ച്, പിന്നെ BA ബാച്ച്, പിന്നെ +1 ബാച്ച്. പറയൂ, എല്ലാവരും പറയൂ. അതല്ലേ ഇപ്പോഴത്തെ സന്ദേശം. ആണത്തത്തോട് ആണായി നിൽക്കുന്ന അന്തസ്സുള്ള ബാപ്പമാർ അതിനനുവദിക്കരുത്. ഈമാനിന്റെ ചെറിയ തരി നിങ്ങളെ കൽബിൽ അല്ലാഹു ബാക്കി തന്നിട്ടുണ്ടോ? മുത്തുനബി തങ്ങളോട് മഹബത്തുണ്ട് എന്നൊരു ചെറിയ മഹബത്തിന്റെ ചെറിയൊരു അംശം കൽബിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരൊറ്റ ഹറാമിന് അവിടെ മേൽവിലാസം കിട്ടരുത്. അത് അവന്റെ പൈസ കൊണ്ടാണെങ്കിലും ശരി, കൂട്ടുകാരെ പണം കൊണ്ടാണെങ്കിലും ശരി, സമ്മതിക്കാൻ പാടില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കല്യാണത്തിന് പോയി. കല്യാണപ്പൊരെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാതെ നേരെ ചെരുപ്പിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. എന്താ കാരണം?
ആണും പെണ്ണും ഒരുമിച്ച് കൂടിയതല്ല, ഒറ്റ ഹറാമാണ്. കാരണം എന്താ കാരണം സഹോദരങ്ങളെ? ഇതുപോലെ വിരിച്ച് വെച്ച വിരിയില്, ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത ഡെക്കറേഷനിൽ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ടുപോയി. ഭക്ഷണം കഴിക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. മുത്തുനബി തങ്ങളെ കൂടെ നടന്ന അരുമ ശിഷ്യനാ. ലോകമേ, ഈ മഹാനിൽ നിന്ന് ഖുർആൻ പഠിക്കൂന്ന് നബി തങ്ങൾ പ്രവചിച്ച മഹാനാണ്. നാളെ ഖബറിലെത്തുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ആ ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഖുർആനോത്ത് തുണയാകുമെന്നും ഖുർആനോത്തിന്റെ പേരിൽ ഒരു കാത് അബൂജഹൽ അരിഞ്ഞെടുത്ത മഹാനാണ്. നാളെ അള്ളാഹുവിന്റെ കോർട്ടിലെത്തുമ്പോ ഇബ്നു മസ്ഊദ്, നിങ്ങളെ കാതെവിടെ പോയി? നിന്റെ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ വിശുദ്ധമായ കഅബയുടെ ചാരത്ത് വെച്ച് സുന്ദരമായി ഒന്ന് ഓതിയപ്പോ ഈ നിൽക്കുന്ന അബൂജഹലിന്റെ കാത് അരിഞ്ഞെടുത്തു അല്ലാഹ് എന്ന് പരലോകത്ത് സാക്ഷ്യപ്പെടുത്തി പറയുന്ന മഹാനാണ്. ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ഉലമാഇന് പിന്തുണയുണ്ടോ? ഒരൊറ്റ ഹറാമേ അവിടെ കണ്ടിട്ടുള്ളൂ. ആണും പെണ്ണും കൂടിക്കലരുന്ന രംഗമില്ല. അതന്നത്തെ കാലത്തോ നമ്മുടെ ബാപ്പമാരെ കാലത്തോ നമ്മുടെ യൗവനത്തിന്റെ കാലത്ത് വരെ അത് കണ്ടിട്ടില്ല. കുറച്ച് ദുനിയാവ് അള്ളാഹു കയ്യിലങ്ങ് തന്നപ്പോ, കുറച്ച് ഗൾഫിലൊക്കെ പോയിട്ടൊരു മഞ്ഞ കയ്യിലേക്ക് അല്പം ഇങ്ങ് വന്നപ്പോ അള്ളാഹുവിനെ മറന്നുപോയി, മുത്തുനബി തങ്ങളെ മറന്നുപോയി. നീ എപ്പോഴെങ്കിലും ഒരു മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല, ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് സഹായം ചെയ്തത് കൊണ്ട് മാത്രമായില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിൽ നിന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എത്ര ദുനിയാവിന്റെ മഞ്ഞ കയ്യിൽ വന്നാലും നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദീനുണ്ട്, ഒരു നിയമമുണ്ട്, അത് മറികടന്നുകൂടാ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ഈ ഉമ്മത്തിൽ പേടിച്ചത് അതാണ് ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ മാസം ഒരു സ്ഥലത്ത് ആർഭാടപൂർവം ഹറാമിന്റെ കൂത്തരങ്ങായിട്ടൊരു ഫംഗ്ഷൻ നടന്നപ്പോ ഒരു മാന്യനായ ഉസ്താദ് മാന്യതയുള്ള ഭാഷയില്, കാർക്കശ്യമുള്ള ശൈലിയിലൊന്നല്ല, മാന്യതയുള്ള ഭാഷയിൽ ഉപദേശിച്ചപ്പോ ചെറുപ്പക്കാരന്റെ വർത്തമാനം എന്താണെന്നറിയോ? ജനങ്ങൾ തന്ന സഹായം കൊണ്ടല്ല ഞാനിത് ചെയ്തത്, ഞാൻ സമ്പാദിച്ച പണം കൊണ്ടല്ലേ. നിങ്ങൾക്ക് എന്താണ് അതിൽ ഇത്ര മുറുമുറുപ്പ്? അതല്ലേ നമ്മളെ ആൾക്കാർക്കും പറയാനുള്ളത്. ഏറിപ്പോയ അതല്ലേ പറയാനുള്ളത്. നിങ്ങളൊന്ന് പറയും, മറ്റൊരു ഭാഷ എന്താ പറയാനുള്ളത്? മൊയ്ലിയർ എന്തിനാ അതിൽ ഇത്ര തുള്ളുന്നത്? നമ്മളെ യേശുണ്ടല്ലേ എന്നല്ലേ പറയാനുള്ളത്. അത് കാറൂന്റെ ഭാഷയാണ്. ഖുർആൻ പറഞ്ഞ കാറൂന്റെ ഭാഷ. ഈ സ്വത്തൊക്കെ കിട്ടിയത് എന്റെ വിവരം കൊണ്ടാന്ന് പറഞ്ഞ കിബറിന്റെ ഭാഷ അല്ലേ? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. കാറൂന്റെ ഭാഷയാണത്. സ്വത്ത് തന്ന അള്ളാഹുവിനെ നീ മറന്നു അല്ലേ? അതിന് സഹായകമായിട്ട് നിനക്ക് വേണ്ടി സ്വത്തിനും മറ്റൊക്കെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത് ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ ഉമ്മത്തിനും ഓരോ ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന അൽ മാലു, സമ്പത്താകുന്നു എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. എത്ര നിങ്ങളെ കയ്യിൽ കിട്ടിയാലും മക്കളെ കയ്യിൽ കിട്ടിയാലും അതൊന്നും ശാശ്വതമല്ല. ഇന്ന് തീർന്നാൽ ഇന്ന് തീർന്ന്, അവസാനത്തെ ശ്വാസം ഇന്ന് വലിച്ചാൽ നാളെ മറ്റുള്ളവർ ഭാഗിച്ചെടുത്തു പോയി. അത്രയേ ഉള്ളൂ. അത് ഈ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു, പിന്നെ അത് എണ്ണാനില്ല, അതിന്റെ വലുപ്പൊന്നും പറയാനില്ല. അള്ളാഹു അത് കയ്യിൽ തന്നിരിക്കുന്നത് സുഹൃതങ്ങൾക്ക് വേണ്ടിയാണ്, നിയമങ്ങൾ ധിക്കരിക്കാനല്ല, ഹറാമുകൾ വാരിപ്പുണരാനല്ല. മദ്യം വിളമ്പുന്ന കല്യാണം നഊദു ബില്ലാഹ്, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്, സിനക്ക് പ്രേരിപ്പിക്കുന്ന കല്യാണം നഊദു ബില്ലാഹ്, അന്യാണും അന്യ പെണ്ണും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്,
അന്യാണും അന്യപെണ്ണും തോളോട് തോളുരുമ്മി നിന്ന് പരസ്പരം വായിലേക്ക് മിഠായി കൈമാറുന്ന കല്യാണം നഊദുബില്ലാഹ്. ഹലാലായിട്ട് നിക്കാഹ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ശരീരം സ്പർശിക്കുന്ന കല്യാണങ്ങളും സദസ്സുകളും നഊദുബില്ലാഹ്. ദീൻ അനുവദിക്കുമോ? കാണാൻ തന്നെ പരിമിതമായ സ്ഥലങ്ങളും പരിധിയും ആണിനും പെണ്ണിനും വെച്ച് തന്ന ദീന് തൊടാൻ പറഞ്ഞിട്ടുണ്ടോ? കൈകൊടുക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരം കൊടുത്തിട്ട് ഒന്ന് മുസാഫഹത്ത് പറ്റുമോ? അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിൽക്കുന്ന കാരണവന്മാരെ, ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് കളഞ്ഞു കുളിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചാൽ മുത്തുനബി തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുമോ? അള്ളാന്റെ റസൂല് നമ്മളെ സ്നേഹിക്കുമോ? ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് തരുമോ? എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവരാണ്, അവർക്ക് ഞാൻ എന്റെ ഹൗലിൽ നിന്ന് വെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടേക്കുമോ? 3 അഭിപ്രായങ്ങൾ മഹാന്മാർ അതിൽ പറഞ്ഞപ്പോ ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവർ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് ആട്ടിയോടിക്കുന്നു എന്ന് പറഞ്ഞതില് 3ാമത്തെ അഭിപ്രായം അസ്ഹാബുൽ കബായിരി, വൻദോഷങ്ങൾ ചെയ്തവരാ. ഈ എണ്ണിയതൊന്നും വൻദോഷമല്ലെങ്കിൽ പിന്നെ വൻദോഷങ്ങളേതാ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണ്ടേ? ദീനനുസരിച്ച് ജീവിച്ചവർക്ക് മുത്തുനബി തങ്ങൾ താങ്ങും തണലുമായിട്ടുണ്ട്, അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, സംരക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, രോഗങ്ങൾക്ക് ചികിത്സ കൊടുത്തിട്ടുണ്ട്, പരീക്ഷണങ്ങളിൽ പതറാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. എത്രയോ മഹാന്മാർക്ക് അല്ലാഹുവിന്റെ റസൂല് സന്തോഷവും സുവിശേഷവും പരിഹാരവും നൽകിയിട്ടുണ്ട്. ദീനനുസരിച്ച് അടിയുറച്ചു നിൽക്കുന്ന മുഹിബ്ബീങ്ങളാണോ? സംശയം വേണ്ട, മുത്തുനബി തങ്ങളെ സഹായമുണ്ട്. ഞാനും നിങ്ങളും ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂല് കാണൂലേ? കാണാതെ പിന്നെങ്ങനെയാ സാക്ഷി നിൽക്കല്? നബി തങ്ങൾ നമുക്ക് സാക്ഷിയല്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. എല്ലാ വീട്ടിലും മങ്കൂസ് മൗലിദ് ഓതുമ്പോ ഈ ഒരു ആയത്ത് കൂടുതൽ കേൾക്കാറില്ലേ? ഹദീസിൽ കേൾക്കാറില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ, നബിയെ അങ്ങയുടെ ഉമ്മത്തിന് അങ്ങ് സാക്ഷിയാണ്. ഈ ഉമ്മത്തിലെ ലക്ഷോപിലക്ഷം വരുന്ന ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ, അത് ഈ കുഗ്രാമത്തിലെ ആളുകളാണെങ്കിലും ഈ ജില്ലയിലെ ആളുകളാണെങ്കിലും ഈ സംസ്ഥാനത്തെ ആളുകളാണെങ്കിലും ഈ രാഷ്ട്രത്തിലെയും മറ്റു രാഷ്ട്രങ്ങളിലെയും ആളുകളാണെങ്കിലും ഒരാളെയും വേർതിരിച്ച് അറിയാതിരിക്കൂല. എല്ലാവർക്കും നബി തങ്ങൾ ഷാഹിദാൻ. സാക്ഷി നിൽക്കുന്ന ആൾക്ക് 2 വിഷയം വേണം. ഒരാളെ സാക്ഷിയായി പരിഗണിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അയാൾക്ക് വേണം. ഒന്നയാൾക്ക് കണ്ണിന് കാഴ്ച വേണം. കാഴ്ചയില്ലാത്ത ഒരാളെ നിങ്ങൾ നിക്കാഹിന് സാക്ഷിയായി കൂട്ടോ? കാഴ്ചയില്ലാത്ത ഒരാളെ കോർട്ടിൽ സാക്ഷിയായി കൂട്ടോ? സാക്ഷിക്ക് കാഴ്ച വേണം, സാക്ഷിക്ക് കേൾവിയും വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസിലും അങ്ങനെയല്ലേ ഉള്ളത്? തുറദു അലയ്യ അമാലുക്കും, നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും എനിക്ക് വെളിവാക്കപ്പെടും. ഈ സദസ്സ് മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്നത് മാത്രമല്ല, നിസ്കരിക്കുന്നത് മാത്രമല്ല, ഓരോ കർമ്മങ്ങളും വെളിവാക്കപ്പെടും. ആ വെളിവാക്കപ്പെട്ടതിനനുസരിച്ച് പ്രതികരണവും സന്ദേശവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്ന് വരും. കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുത്തെ ശിഷ്യനെ വിളിച്ചു പറയുന്നു, റബി എന്ന് പറയുന്ന ശിഷ്യനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ റബിയെ, ഈ എഴുത്ത് നീ വാങ്ങിയിട്ട് പെട്ടെന്ന് നീ എഴുത്തുമായിട്ട് പോകണം. എന്നിട്ട് എന്റെ ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് ഉത്തരം കൊണ്ടുവരണേ. ഒരു കത്ത് കൊടുക്കുകയാണ് ശിഷ്യൻ റബീഇന്റെ കയ്യിൽ. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എവിടെയാണ്? ബഗ്ദാദിലാണ്. ഷാഫി ഇമാം തങ്ങൾ കത്ത് എഴുതുന്നത് മിസ്റിൽ നിന്നാണ്. മിസ്റിൽ നിന്ന് ആ കത്തുമായിട്ട് ശിഷ്യൻ റബീ റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ താമസിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഹദറത്തിലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അടുത്ത് എത്തി. ശിഷ്യൻ റബീ തങ്ങൾ പറയുന്നു, ഞാൻ ബഗ്ദാദിലെത്തിയപ്പോ സുബ്ഹി നിസ്കാരം നടക്കുകയാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിൽ ഞാൻ കൂടി. ജമാഅത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മിഹ്റാബിൽ നിന്ന് മഹാനവർകൾ പിരിഞ്ഞപ്പോ ഞാൻ സലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊടുത്തു, കത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മിസ്റിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്ന കത്താണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്നോട് ചോദിച്ചു, ഈ കത്ത് നീ എങ്ങാനും തുറന്നു നോക്കിയോ? ശിഷ്യനായ റബീ തങ്ങൾ പറയുന്നു, ഇല്ല ഉസ്താദേ, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ആ കത്തിന്റെ സീലിന്റെ ഭാഗം അങ്ങനെ പൊട്ടിച്ചു. ആ കത്തങ്ങനെ വായിച്ചപ്പോ ശിഷ്യൻ പറയുന്നു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട്. എന്റെ ഉസ്താദ് എഴുതിയ കത്തിങ്ങനെ വായിക്കുമ്പോ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകുന്നു. സുബ്ഹാനല്ലാഹ്, കത്തിലുള്ള സംഗതി അങ്ങനെ വായിച്ചിട്ട് കണ്ണിൽ നിന്ന് ധാരാളം കണ്ണീര് ഒഴുകുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, എന്ത് സംഭവിച്ചു പോയി? മഹാനവർകൾ പറയുന്നു, മോനെ റബിയേ, നിങ്ങളെ ഉസ്താദും എന്റെ ഉസ്താദുമായ ഷാഫി ഇമാം തങ്ങള് എന്താണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നു എന്നറിയോ? ഇന്നലെ ഷാഫി ഇമാം തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. ഷാഫി ഇമാം തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ഒരു കത്ത് എഴുതിയിട്ട് എന്റെ സലാം പറയണേ. ആരുടെ സലാമാണ് പറയാൻ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയാൻ വേണ്ടി ഷാഫി ഇമാം തങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ ഒരു സലാം പറയണം, കൂട്ടത്തിൽ ഒരു കാര്യം പറയണം. ഇന്നക സതുംതഹനു വതുദആ ഇലാ ഖൽഖിൽ ഖുർആൻ. നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണം വരാനുണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്നൊരു വാദം പിന്നീട് വരും. ആ വാദത്തിലേക്ക് നിങ്ങളെ വലിച്ചേക്കപ്പെടും. അതുകൊണ്ട് ഫലാ തുജിബുഹും, അവർക്ക് ആ വിഷയത്തിൽ നിങ്ങൾ ഉത്തരം ചെയ്യരുത്. അല്ലാഹു നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ വലിയ സ്ഥാനം അല്ലാഹു നിങ്ങൾക്ക് തരും. പിന്നീട് നടക്കാൻ പോകുന്ന ഒരു പരീക്ഷണത്തെ പറ്റിയിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ട് അവിടുത്തെ ദീന് നടത്തുന്ന, ദീനിന് വേണ്ടി നേതൃത്വം നൽകുന്ന ഇമാമുകളായ ഷാഫി ഇമാം തങ്ങളെയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയും ധൈര്യം കൊടുക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മൾ ആവശ്യങ്ങൾക്കൊന്നത് വേണ്ടാന്നല്ലേ? ആരും സഹായിക്കാനില്ലാത്ത ഘട്ടം വരുമ്പോ നമുക്ക് വേണ്ടി വരും. ഒരു പിടിക്കാനുള്ള ഒരു പിടിവള്ളിയായിട്ട്, ഒരു അവലംബമായിട്ട് നമുക്കാകെ ഒന്ന് മാത്രമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങള് നമ്മുടെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടാകണം. നമ്മുടെ സ്നേഹം ഒരിക്കലും മരീചികയാകരുത്. കാര്യമായിട്ട് എനിക്ക് എന്നോടും നിങ്ങളോടും ഉപദേശിക്കാനുള്ളതാണ്, മഹബത്തിന്റെ അർത്ഥതലം മേളിച്ച സ്നേഹമാകണം നമ്മുടെ സ്നേഹം. വാക്കിലൊതുങ്ങുന്ന സ്നേഹമാകരുത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ പിന്നിൽ മാത്രം നിൽക്കുന്ന ഒരു സ്നേഹമാകരുത്. നാളെയും മറ്റന്നാളും കൊണ്ട് മാത്രം നടക്കുന്ന, തീരുന്നൊരു സ്നേഹമാകരുത്. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഒന്ന് വിടവാങ്ങുന്ന നേരത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പിരിയാനുള്ള മഹബത്താകണം.
അതിനു വേണ്ടി സന്തോഷമുള്ള മഹബത്താകണമോ? നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായും അംഗീകരിക്കണം. ഭാഗികമായി അംഗീകരിച്ചാൽ പോരാ, പൂർണ്ണമായും അംഗീകരിക്കാനുള്ള കഴിവ് വേണം. വിദേഹത്തുകാര് നോക്ക്, നിങ്ങൾ വിശ്വാസ രംഗത്ത് വരെ അവർക്ക് വൈകല്യം സംഭവിച്ചു. സഹോദരങ്ങളെ, നമുക്ക് വിശ്വാസ രംഗത്ത് വൈകല്യമില്ല, പക്ഷേ കർമ്മരംഗത്തുള്ള വൈകല്യവും പേടിക്കേണ്ടതാണ്. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. വിശ്വാസ രംഗത്തവർക്ക് വൈകല്യം ബാധിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചു എന്ന് എഴുതുകയും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം സ്വഹാബത്ത് പഠിപ്പിച്ച ദീനിനെതിരാണ്, താബിഉകൾ പഠിപ്പിച്ച ദീനിനെതിരാണ്, താബിഉകൾ പഠിപ്പിച്ച ദീനിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ വ്യക്തിത്വമാണോ? അല്ലേ? അല്ല. സ്വഹാബത്ത് വിവരിച്ചതും വർണ്ണിച്ചതും അങ്ങനെ തന്നെയല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യമായി പറയാൻ ലോകത്ത് ആരാണുള്ളത്? ആരും തന്നെ തങ്ങൾക്ക് തുല്യമായി പറയാനില്ല. സ്വഹാബത്ത് പഠിപ്പിച്ചത് നബി തങ്ങളെ പറ്റി അങ്ങനെ തന്നെയാണ്. അതേ, അതാന അറാന ബഅദൽ ഹമാഫാ ഖുലൂബുനാ ബിഹി മുഖിനാതുൻ മാ ഖാല വാഖിഊ. നബിതങ്ങളെ പറ്റി സ്വഹാബത്തിന്റെ വിശ്വാസമാണ് അവർ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് ലോകത്ത് എന്ത് പറഞ്ഞോ അത് നടക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ സന്ദേഹം പറഞ്ഞ കൂട്ടരാണ് ബിദ്അത്തുകാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളെ പറ്റിയും തങ്ങൾ പറഞ്ഞ പല വിഷയങ്ങളെ പറ്റിയും സംശയം ഉന്നയിച്ചവരാണ് അവര്. വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ചവരാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് വിശ്വസിച്ച് പഠിപ്പിച്ചു തന്ന സ്വഹാബിമാരും താബിഉകളും അവർ പഠിപ്പിച്ചു തന്ന സന്ദേശങ്ങളൊന്നും ബിദ്അത്തുകാര് പറഞ്ഞതുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ട വ്യക്തിത്വമാണ്. ഇന്നർ റസൂല ലനൂറുൻ യുസ്തളാഉ ബിഹി ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശിക്കുന്ന പ്രോജ്വലിക്കുന്ന ഒരു ഖഡ്ഗമാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളെ കൂടെ എപ്പോഴും വാളും ഇങ്ങനെ കൊണ്ട് നടക്കാന്നല്ല. ആദർശരംഗത്ത് ഒരു വാള് കൊണ്ട് പൊരുതുന്നത് പോലെ, പോരാടുന്നത് പോലെ ആദർശരംഗത്ത് തങ്ങൾക്ക് അത്രയും ധീരതയാണ്. ഒരു വിട്ടുവീഴ്ചക്കും ഒരാളുടെ മുന്നിലും തങ്ങൾ ഒരുങ്ങിയിട്ടില്ല. ആ രൂപത്തിൽ തങ്ങൾ ആദർശരംഗത്ത് അടിയുറച്ചു നിൽക്കുന്ന മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തവും ഇരുത്തവും ഉറക്കും ഉണർവും എല്ലാ സംഗതികളും വേറിട്ട രീതിയിൽ തന്നല്ലേ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ആളുകൾക്ക് എങ്ങനെ രക്ഷ കിട്ടാനാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചത് കണ്ടില്ലേ? പിൽക്കാലത്തൊരു പരീക്ഷണം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് വന്നു. ജാഹിലിയ രൂപത്തിൽ സംസാരിച്ച മുഅ്തസിലത്തും മറ്റും വിഭാഗം ആളുകൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖാണെന്നൊരു വാദം കൊണ്ടുവന്നു, സൃഷ്ടിയാണ് എന്നൊരു വാദം കൊണ്ടുവന്നു. പല പണ്ഡിതന്മാരെയും ആ വിഷയത്തിൽ പീഡിപ്പിച്ചു, ജയിലിൽ അടച്ചു. മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്ന ഒരു രാജാവ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാരാഗൃഹത്തിൽ അടച്ചു. ശക്തമായ രീതിയിൽ മഹാനവറുകളെ പീഡിപ്പിച്ചു. പക്ഷേ ആ രാജാവിന്റെ ഭരണം കുറച്ചു കാലം മാത്രമേ നിലനിന്നുള്ളൂ. പിന്നീട് ആ ഭരണം ദുർബലമായി പോയി. അടുത്ത ഒരു രാജാവ് വന്നപ്പോ, മുതവക്കിൽ ബില്ലാഹി എന്ന് പറയുന്ന രാജാവ് വന്നപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാദം അംഗീകരിച്ചു. മഹാനവറുകൾക്ക് വലിയ വിജയം കിട്ടി.
ആ വാദം തന്നെയാണ് തുടർന്നത്. അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതൊരിക്കലും സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റൂല. നമ്മളെ പറ്റി സൃഷ്ടി എന്ന് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സൃഷ്ടി എന്ന് പറയാം. ആകാശവും ഭൂമിയും സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിയാണ്, സൃഷ്ടികളാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്, ഖദീമായ കലാമാണ്. അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. ആ പരീക്ഷണത്തിൽ മഹാനവറുകളുടെ മനസ്സിന് നല്ല സ്ഥൈര്യം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ സലാമും സന്തോഷ വാർത്തയുമാണ്. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വാദം വരുമ്പോ നന്നായി ഉറച്ചു നിൽക്കണേ. റബി റളിയല്ലാഹു അൻഹു പറയുന്നു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് സലാം കൊടുത്തയച്ചിട്ടുണ്ട് എന്നും ഇങ്ങനെ ഒരു പരീക്ഷണം വരാനുണ്ട് എന്നുള്ള വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അൽ ബിശാറത്തു യാ അബാ അബ്ദില്ലാ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുപ്പായം അഴിച്ചു. അതേ ഉള്ളിൽ ധരിച്ച, പുറത്ത് ധരിച്ചതല്ല, തൊലിയോട് ചേർന്ന ഡ്രസ്സുണ്ട്, ബനിയൻ പോലോത്ത ഉള്ളിൽ ധരിക്കുന്ന കുപ്പായം, അത് അഴിച്ചു. അയച്ചിട്ടത് എനിക്ക് തന്നു. കൂട്ടത്തിൽ ഒരു എഴുത്തും തന്നു, മറുപടി തന്നു. ഞാൻ ആ മറുപടിയുമായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ ആ കത്ത് കൈമാറി. കത്ത് കൈമാറിയപ്പോ എന്നോട് ചോദിച്ചു, നേരത്തെ ഏൽപ്പിച്ച കുപ്പായം എവിടെ? നിങ്ങളെ കയ്യിൽ ഒരു കുപ്പായം തന്നിട്ടില്ലേ, ആ കുപ്പായം എവിടെ? ഞാൻ കുപ്പായം കൊണ്ടുപോയി കൊടുത്തപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുപ്പായം എനിക്ക് ധരിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ല, അതൊരു വെള്ളത്തിലിട്ട് നനച്ച് വെള്ളം കൊണ്ടുവരൂ, ഞാൻ ആ വെള്ളം കൊണ്ടൊന്ന് ബറക്കത്തെടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം കിട്ടിയ മഹാനാണ്. ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനാണെങ്കിലും ആദർശ രംഗത്ത് അടിയുറച്ചു നിന്നപ്പോ അവർക്ക് വലിയ സന്തോഷം ലഭിച്ചു. അങ്ങനെ ഉറച്ചു നിന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ലഭിക്കും. മറ്റുള്ള മഹാന്മാർക്കൊക്കെ ലഭിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാർത്ഥമായുള്ള സ്നേഹത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹാന്മാരെ സഹായിച്ചതുപോലെ ആ വലിയ സഹായം നമുക്കും ലഭിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ ശരിയായ നിലക്ക് നമ്മളത് മുറുകെ പിടിക്കണം.